ഞാൻ പ്രസംഗിക്കുന്ന പെരിന്തൽമണ്ണ മെമ്പറിൽ പോലും ഒരു ദിവസം ഒരാൾ വന്ന് കയറി എന്നെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇറക്കി ഓരെന്ത് ചെയ്തു, മിമ്പർമ കയറി മിമ്പർമ ഖുതുബ നടത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അത്രമാത്രം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി മിമ്പറിൽ പോലും പ്രസംഗിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രസംഗിക്കാൻ വേദി വേണം, നമുക്ക് ആളുകളോട് ഈ കാര്യങ്ങൾ പറയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കി. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മുടെ പ്രവർത്തനമായിട്ട് പോകാം, ആരെയും കുറ്റം പറയാനും വിഷമിക്കാനൊന്നും പോകണ്ട, നമ്മുടെ കാര്യം പറഞ്ഞു പോകാമെന്നാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്തത്, തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ പറയും ദീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വയൽ വെക്കുമ്പോൾ ആ വയലിൽ മുഴുവനും ദീനിൻ്റെ ഒരു കാര്യങ്ങളും പറയാതെ തെറ്റിദ്ധരിപ്പിക്കുക. എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കളെ, വ്യഭിചരിച്ചു കള്ളുടിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് സഹിക്കാം, ഒരു മാനക്കടലേ വരുള്ളൂ. ഇതെന്താ നിങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതിയാണിത് തൗഹീദ്. ആരെങ്കിലും ഇന്നകുമ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗമില്ലാന്നാണ്. മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന, ശിർക്കില്ലാതെ ചെന്നാൽ സ്വർഗ്ഗത്തിലേക്ക് കടക്കാം. ആ ശിർക്കാണ് സത്യത്തിൽ നമ്മുടെ കൂടെയൊക്കെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ എത്രയോ പ്രാവശ്യം കൂടെ കടന്നുറങ്ങിയ ഒരേ സ്റ്റേജിൽ ഒന്നിച്ച് പ്രസംഗിച്ച ആളുകളാണ് എന്ത് ചെയ്യണത്, ആരോപിക്കുന്നത്. നമ്മളതിനൊന്നും മറുപടി പറയണ്ട, നമ്മളതിന് മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ തെറ്റിദ്ധാരണ പേടിച്ചിട്ട് നിങ്ങൾ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കാതിരുന്നാൽ അതിൻ്റെ നഷ്ടം ചെറുതാവൂല, അതിൻ്റെ നഷ്ടം ചെറുതായി. എൻ്റെ പ്രസംഗം കേൾക്കാത്തില്ല പറഞ്ഞത്. ഇത്തരത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളുടെ പ്രസംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ വാപ്പമാർക്കും ഇവരൊക്കെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കീങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പ്രസംഗത്തിന്റെ സ്റ്റേജിൽ വരാനും കസേരയിൽ ഇരിക്കുവാനും നമ്മുടെ മനസ്സുകൾക്ക് പറ്റാതെയായാൽ ദീൻ പഠിക്കാനും ദീൻ ഉൾക്കൊള്ളാനുമുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ വേറെ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കൾ. ഒരു പരിപാടിക്കും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു സദസ്സില്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവണില്ല. അതുകൊണ്ട് അത് കേൾക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. നീ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ജീവിതത്തിൽ എത്രയോ കാലം ഒന്നിച്ച് ജീവിച്ചിട്ടും ഒരു ദാമ്പത്യത്തിൻ്റെ സുഖമോ സന്തോഷമോ അനുഭവിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നത്, സത്യത്തിൽ ഈ പ്രസംഗങ്ങൾ നമ്മുടെ ഫാമിലി കോൺഫറൻസുകളിലും വന്നിട്ട് അവരൊക്കെ ജീവിതത്തിൽ വരുന്ന മാറ്റം എത്രയാണ് സുഹൃത്തുക്കളെ. വയനാട് ഫാമിലി കോൺഫറൻസിന് വന്ന ഒരു സ്ത്രീയുടെ വോയിസ് ഞാൻ കേട്ടു. അവർ തിരിച്ചു പോയിട്ട്, ഞങ്ങളൊക്കെ എത്ര വയലിനും പ്രഭാഷണത്തിനും പോയതാണ്, പക്ഷെ ഞങ്ങൾ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളെ കുടുംബ ജീവിതത്തെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറേണ്ട ഇസ്ലാമിക രൂപത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഖുറാനിൽ ഉണ്ടോയെന്ന് ഞങ്ങൾ അന്നാണ് ആദ്യമായി കേൾക്കുന്നത് എന്നാണ് അവർ പറയണത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു. നമ്മൾ ആളെ കൂട്ടി വലിയ ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചോന്നല്ല ഫാമിലി കോൺഫറൻസ്. ഫാമിലി ആയിട്ട് ആൾക്കാർ വരുമല്ലോ, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ആ പെരുമാറ്റത്തിൻ്റെ രൂപങ്ങളും മര്യാദകളൊക്കെ പറഞ്ഞു കൊടുത്താൽ, അത് അവരുടെ ജീവിതത്തിൽ അവർ പരീക്ഷിച്ചാൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള നിലക്കാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്, ദീന് കൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടാണ്ട് അത് ദീന് കേൾക്കും ദീന് പഠിക്കും ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ കിട്ടണോ, അത് ദീനോണ്ടേ കിട്ടുള്ളൂ. നിങ്ങൾ ഏത് ഘട്ടത്തിൽ നോക്കും, നിങ്ങൾ മക്കളെ ഡോക്ടറാക്കി അല്ലേ, എഞ്ചിനീയറാക്കി, ദീനില്ലെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളെ പൈസ വെറുതെ പോവും. ഞാൻ വെറുതെ പറയല്ല. ഇന്നിപ്പോൾ കേരളത്തിൽ ഇത്രയും സുന്ദരമായി സുന്നികളുമായി മുഖാമുഖം നടത്താനും അവരോടുമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എത്ര മുഖാമുഖമാണ് നമ്മൾ സുന്നി പ്രദേശങ്ങളിൽ പോയി നടത്തിയത്. അവർക്കൊക്കെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഓൺലൈനിൽ കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് വലിയ വലിയ ഉസ്താദുമാർ ഇത്രയും വലിയ വാസ്തവമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന, നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെന്തിനാ പറ്റുകയെന്ന് ഞാൻ ആലോചിക്കണം. അപ്പോൾ അത്രയും അതിൻ്റെയൊക്കെ കാര്യങ്ങളുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഈ സംഘടന ആരംഭിച്ച സമയത്ത് ആളുകൾക്ക് ഇതിലേറെ വലിയ തെറ്റിദ്ധാരണയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അത്രയേ ഉള്ളൂ സുഹൃത്തുക്കൾ. നല്ല നിലയ്ക്ക് പോവുകയാണ് നല്ലത്. ഞാനിപ്പോൾ എപ്പോഴും ചിന്തിക്കണം, എല്ലാ ഭാഗങ്ങളിലും നല്ല, ഇപ്പോൾ നമ്മുടെ കാളമടത്തിലൊക്കെ ഒരു സംഗമം നടന്നു പടുത്തി, ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയിക്കാം, ഇവിടുത്തെ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതൊരു മഹല്ല് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. ആ മഹല്ലിൽ എത്രയോ കാലങ്ങളായി ജീവിച്ചു വന്ന ആളുകൾ എല്ലാവരും പാടെ കൂടി ആ പള്ളി നടത്തുക, എന്ത് സമാധാനം സന്തോഷമുണ്ടാവും. അപ്പോൾ ആ പള്ളിക്കൊക്കെ ചെന്നാൽ അവിടെ എല്ലാവരും കമ്മിറ്റിയിലുണ്ട്, എല്ലാ ആളുകളും പള്ളിൻ്റെ കാര്യങ്ങൾ, നമ്മളെ വാപ്പാരെല്ലാവരും ഉറങ്ങുന്ന ശ്മശാനം പള്ളി മയ്യത്തുകാർ അവിടെ അല്ലേ സുഹൃത്തുക്കളെ, അവർ നിസ്കരിച്ച പള്ളിയല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തിനാണൊരു ബഹളം, അതിനെന്തിനാണ് ഒരു കേസ്, എന്തിനാണ് ഒരു പ്രശ്നം എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കും. നമുക്ക് അതൊക്കെ അവിടെയെങ്കിലും നമുക്കൊക്കെ ഒരു മനസ്സ് തുറന്ന് ഒന്നിച്ച് നാളെ മയ്യത്ത് നിസ്കരിക്കേണ്ട ആളല്ലേ, നമ്മുടെ പിന്നിൽ നിന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആൾക്കാരല്ലേ, അവിടെ എന്തിനാണ് ഒരു കലാപം, എന്തിനാണ് ഒരു പ്രശ്നം? ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ തമ്മിൽ വൈരാഗ്യവും ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? നമ്മൾ എത്രയോ കാലങ്ങളായി ഒന്നിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ചെറിയ മസലഹത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട്
വേണ്ടിയിട്ട് പള്ളികളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ജുമാക്കൊക്കെ എല്ലാവർക്കും അവനവൻ്റെ പള്ളി നിലക്ക് സന്തോഷത്തോടെ വരാൻ എല്ലാ ആളുകൾക്കും പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ആ പള്ളിക്ക് സേവനം ചെയ്തവരൊക്കെ അങ്ങനെ തുറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടൊക്കെ നമുക്ക് പ്രയോജനമുള്ളൂ. രണ്ടാളുകൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ പോലും അള്ളാഹുവിലേക്ക് ഉയരൂല. രണ്ടാൾ തെറ്റിയാൽ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളവുകളും ആരോപണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ പടച്ചോനത്ത് മറുപടി പറയേണ്ടി വരും. നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും സലാം പറഞ്ഞും പരസ്പരം മിണ്ടിയും നമുക്ക് പോകാം. എന്തെങ്കിലുമൊക്കെ സംഘടനാപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെ പരിപാടി നടത്തുക, അവാർഡുള്ളവർ അവരുടെ പരിപാടി നടത്തുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാൻ പറ്റും. മൊത്തത്തിൽ നമ്മുടെ ഒരു പുതിയ ജനങ്ങളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമാണ് സത്യസന്ധമായതും. ദീനിൻ്റെ കാര്യങ്ങളിലും പള്ളിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിച്ച് പോകാം. സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സൗകര്യം പോലെ നടത്താം എന്നത് നല്ലൊരാശയമാണ്. പൊതുമഹല്ലുകളൊക്കെ ശ്മശാനങ്ങളുള്ള, അതേപോലെ പള്ളി മയ്യത്തും കരകളുള്ള, ഒന്നിച്ച് നിക്കാഹും കാര്യങ്ങളൊക്കെ നടത്തുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പള്ളികൾ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയിൽ വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണെങ്കിൽ ഒരു മുജാഹിദ് മരിച്ചാൽ പിന്നെ കച്ചറയാണ്. മയ്യത്തൊക്കെ തിരിച്ചു കൊണ്ടുപോകും, പിന്നെ പിടിയും വലിയും ഒക്കെ ആയിട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വരും. പക്ഷേ നമ്മളിപ്പോൾ അത് കുറച്ച് കാലം അവിടെ നിന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, എല്ലാ പള്ളിയിലും മുജാഹിദീങ്ങളെ മറവ് ചെയ്യും. മുജാഹിദ് തന്നെ ഇമാമത്ത് നിന്ന് ഒരു പ്രശ്നം, ഒരു തെൽക്കീനിന് പോലും ഒരു ഉസ്താദും വരാതെ അവിടെ മറവ് ചെയ്യും. എല്ലാ പള്ളിയിലും, അവിടുത്തെ എല്ലാം. ഒരു പള്ളിയിൽ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഇപ്പോഴും അവശേഷിക്കണുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പോലുമുള്ള വിശാല മനസ്കത പലപ്പോഴും എന്താ അറിയോ, നമ്മൾക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ആലോചിക്കും. ആ സുന്നികൾ പോലും എന്ത് ചെയ്തു, ഇത്രമാത്രം വിരോധം മുജാഹിദീങ്ങൾ ഉണ്ടായിട്ടും ഒരു നിക്കാഹ് നടത്തുന്ന കാര്യത്തിൽ ഒരു പുസ്തകം തരികയാണ്. എന്ത്, പള്ളിൻ്റെ പുസ്തകം തന്നിട്ട് മുജാഹിദ് മൗലവി ഖുതുബ നടത്തിയിട്ട് അതിൽ ഒപ്പിട്ടിട്ട് നിക്കാഹ് നടത്താൻ പുസ്തകം തരുന്നു. പള്ളിയിൽ മറവ് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു. അവരുടെ ഇഷ്ടപ്പോലെ അവരുടെ വിശ്വാസപ്രകാരം ചെയ്യാൻ അനുവദിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്കൊരു മഹല്ലത്തിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമുക്ക് പുലരേണ്ടത്. നമ്മളത് ആഗ്രഹിക്കുക. ഇൻഷാ അല്ലാഹ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ മനസ്സൊക്കെ അഴയും പിന്നെ വാശിയും വീറും എല്ലാം നഷ്ടപ്പെട്ടു പോകും. മനസ്സൊക്കെ അടുക്കും. മനുഷ്യന്മാരങ്ങനെയല്ലേ. അത്തരം ഒരു മാറ്റത്തെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കും കാഫിറുമാക്കുന്നതൊക്കെ എന്തായിരുന്നാലും അവസാനിപ്പിക്കേണ്ട കാലം എന്നോ അതിക്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം. നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുകയും പരസ്പരം ദീനിയായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അത് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.